റഹ്മാൻ മറുപടിയുമായി വരുന്നു. 1983 പത്മരാജൻ എഴുതി ഡയറക്റ്റ് ചെയ്ത കൂടെവിടെ എന്ന സിനിമയിലൂടെയാണ് റഹ്മാൻ തന്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. കൂടെവിടെയിൽ മമ്മൂട്ടിയും സുഹാസിനിയുമായിരുന്നു റഹ്മാനോടൊപ്പം പ്രധാന താരങ്ങൾ. തുടർന്ന് കളിയിൽ അല്പം കാര്യം, ഇത്തിരി പൂവേ ചുവന്ന പൂവേ, കാണാമറയത്ത്, പറന്ന് പറന്ന് പറന്ന്, ഉയരങ്ങളിൽ, അടിയൊഴുക്കുകൾ, കണ്ടു കണ്ടറിഞ്ഞു, കൂടും തേടി, തമ്മിൽ തമ്മിൽ തുടങ്ങി 80കളിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ താരം. മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ പിന്നെ റഹ്മാനായിരുന്നു താരം. ആട്ടവും പാട്ടുമൊക്കെയായി യുവാക്കളുടെ ആഘോഷമായിരുന്നു റഹ്മാൻ. യൗവനങ്ങളുടെ തുടിപ്പുകൾക്ക് ജീവൻ നൽകിയ റഹ്മാൻ 80കൾ അവസാനം തമിഴ് സിനിമാ ലോകത്തേക്ക് ചേക്കേറുകയായിരുന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും നായകനായും പ്രതിനായകനായും തിളങ്ങിയ റഹ്മാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും VM ബിനു സംവിധാനം ചെയ്യുന്ന മറുപടി എന്ന സിനിമയിൽ നായകനായി എത്തുകയായി. ഇടയ്ക്ക് ട്രാഫിക്, മഞ്ചാടി ഗുരു, ബാച്ചിലർ പാർട്ടി, മുംബൈ പോലീസ്, മുസാഫിർ, ലവണ്ടർ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തന്റെ സാന്നിധ്യം റഹ്മാൻ അറിയിച്ചിരുന്നുവെങ്കിലും വളരെ വ്യത്യസ്തതയുള്ള രസകരമായ ഒരു കുടുംബ ചിത്രവുമായിട്ടാണ് ഇത്തവണ റഹ്മാൻ മലയാളത്തിലേക്ക് എത്തുന്നത്. മറ്റു ഭാഷകളിൽ അഭിനയിക്കുന്നതിനാൽ മലയാളത്തിലെ ഗ്യാപ്പ് അറിഞ്ഞിരുന്നില്ല എന്നും ഇതര ഭാഷകളിൽ അഭിനയിക്കുന്നത് സാമ്പത്തിക ലാഭത്തിനും മലയാളത്തിൽ അഭിനയിക്കുന്നത് ഒരു നടൻ എന്ന നിലയിലുള്ള സംതൃപ്തിക്കും വേണ്ടിയാണെന്നാണ് റഹ്മാൻ പറയുന്നത്. ഈ അന്തരീക്ഷത്തിൽ റഹ്മാന് സെലക്റ്റീവ് ആകാൻ കഴിയുന്നുണ്ട്. കരിയറിൽ ഗ്യാപ്പ് വന്നപ്പോൾ തന്റെ ഭാര്യയാണ് തന്നെ തുണച്ചതെന്നും എല്ലാ പുരുഷന്മാരുടെയും ജീവിത വിജയത്തിനു പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന സത്യം താൻ അനുഭവിച്ചറിയുകയായിരുന്നു തന്റെ ഭാര്യയിൽ നിന്നുമെന്നും റഹ്മാൻ മനസ്സ് തുറക്കുന്നു. ജീവിതത്തിൽ ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്, താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയും. ഇത് രണ്ടും ചേർന്നതാണ് ജീവിതം. നായക വേഷമാണ് എല്ലാവരും ആഗ്രഹിക്കുക. തമിഴിൽ നെഗറ്റീവ് വേഷങ്ങളിലാണ് കുറെ കാലം അഭിനയിച്ചത്. നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടല്ല റഹ്മാൻ നെഗറ്റീവ് വേഷങ്ങൾ ചെയ്തത്. ഗ്യാപ്പില്ലാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ അതേ മാർഗമുണ്ടായിരുന്നു. ഗതികേട് കൊണ്ടാണെങ്കിലും റഹ്മാൻ എന്ന നടന്റെ റേഞ്ച് കൂടിയ തീരുമാനമായിരുന്നു അത്. അന്ന് ഈ റഹ്മാൻ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ റഹ്മാൻ എന്നൊരു നടൻ സിനിമാ ലോകത്തുണ്ടാകുമായിരുന്നില്ല. റഹ്മാൻ തുറന്നു പറഞ്ഞു. മലയാളത്തിൽ സജീവമല്ലെങ്കിലും റഹ്മാൻ എന്ന നടന് മലയാള സിനിമയിൽ എന്നും ഒരു ഇടമുണ്ട്. പണ്ടത്തെ പ്രതിഭകൾ സമ്മാനിച്ച കഥാപാത്രങ്ങളിലൂടെ കിട്ടിയ ഇമേജാണിത്. ചെന്നൈയിലാണ് റഹ്മാൻ താമസിക്കുന്നതെങ്കിലും റഹ്മാന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളിൽ അധികവും മലയാളികളാണ്. തമിഴിൽ കാക്കമുട്ടൈ സംവിധാനം ചെയ്ത മണികണ്ഠൻ, സെന്തിൽ കുമാർ, കാർത്തിക് എന്നിവരുടെ സിനിമകൾ റഹ്മാന്റേതായി റിലീസ് ചെയ്യുവാനുണ്ട്. ആ ഗണത്തിൽ കാർത്തിക്കിന്റെ പകിടയാട്ടത്തിൽ റഹ്മാന് ഏറെ പ്രതീക്ഷയാണുള്ളത്. സിനിമാ ലോകത്ത് റഹ്മാന് സൗഹൃദങ്ങൾ കുറവാണ്. റഹ്മാൻ പോസിറ്റീവും നെഗറ്റീവും അടക്കം വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്തിട്ടുള്ളത് തമിഴിലാണ്. മലയാളത്തിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ കാരണവും തമിഴിലും തെലുങ്കിലും ശ്രദ്ധ ചെലുത്തിയത് കൊണ്ടുമാണ്. എന്തായാലും ഏറെ കാലത്തിന് ശേഷം ഒരു പുതുജീവനായിരിക്കും മലയാളത്തിൽ VM ബിനുവിന്റെ മറുപടി എന്ന സിനിമ റഹ്മാന്.